ആഹാ, എന്താ സുഖം! ശനിയാഴ്ച നട്ടുച്ച നേരത്ത് ഇതുപോലെ ആവി പറക്കുന്ന ഒരു കപ്പ് ഫിൽറ്റർ കോഫി, അതും ആസ്വദിച്ചുകൊണ്ട് നിങ്ങളോട് ഇരുന്ന് സംസാരിക്കാൻ, അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇറ്റ്സ് ഗ്രേറ്റ് ഫീലിംഗ്. ആൻഡ് സോ വേർ ആർ വി? വി ആർ അറ്റ് റിങ്സ് കേക്സ്, പനമ്പള്ളി നഗർ, എറണാകുളം. A cute, cozy joint. And the chef, Win-Win, so kindly agreed. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഇവിടെ നമ്മുടെ ഈ പരിപാടി നടത്താനും, പിന്നെ ഇവിടെ അഭിമോള്, നമ്മുടെ സുഹൃത്ത്, അവരും സഹകരണത്തോടെ here we are. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചായിരുന്നോ? അതായത് കേരളത്തിൽ അരിയാഹാരത്തിൻ്റെ ഉപഭോഗം ഗണ്യമായി കുറയുന്നുണ്ട് അത്രേ. ഇറ്റ്സ് ഡ്രോപ്പിംഗ്, ഇറ്റ്സ് ഡിക്ലൈനിങ്. അരിയാഹാരം എല്ലാവർക്കും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രമേഹ രോഗ സാധ്യതയുണ്ടെങ്കിൽ, പ്രമേഹം വരുമെന്ന് ഭയമുണ്ടെങ്കിൽ, ഞാൻ അതിലൊരാളാണ് കേട്ടോ. എപ്പോഴും ആ ഒരു ആശങ്കയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അരി ആഹാരം കഴിക്കുന്നതാണ് ഇതിന് കാരണം എന്ന് പൊതുവെ നമ്മൾ ധരിക്കാറുണ്ട്. അങ്ങനെയാണോ? സോ ഞാൻ ഈ ഫിൽറ്റർ കോഫി എന്തായാലും കുടിക്കാതിരിക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാതിരിക്കരുത്. പ്ലീസ് ഡു ദാറ്റ് ഇഫ് യു ഹാവ് നോട്ട് ഡൺ. കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. അരി ആഹാരം നിഷിദ്ധമാണോ പ്രമേഹ രോഗികളിൽ? ഒരിക്കലുമല്ല, അല്ല. ഇതിനു മുമ്പും നമ്മൾ പലവട്ടം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പുതിയ തലമുറയിലെ ഒരുപാട് വളരെ വളരെ വ്യത്യസ്തമായ അരി വിഭവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. വിഭവങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് തരങ്ങൾ, പല തരങ്ങളുണ്ട്. ബ്രൗൺ റൈസ്, ബ്ലാക്ക് റൈസ്, സ്റ്റിക്കി റൈസ്, ഹോൾ ബ്രാൻഡ് റൈസ്, ഈ റൈസ്, ആ റൈസ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരു ആശങ്ക. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആനക്കാര്യമായിട്ടാണ് പലരും കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ 100 ഗ്രാമിൽ എത്രത്തോളം ഗ്ലൂക്കോസ് കൂട്ടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 100 ആയിട്ട് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്യുവർ ഗ്ലൂക്കോസ്. അപ്പോൾ അത് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം സുക്രോസ് എന്നും പറയുന്നത്, സുക്രോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് അല്ല, ഓർമ്മ വേണം. സുക്രോസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. അപ്പോൾ ചില പഠനങ്ങൾ അതിന് സുക്രോസ് എന്നും പറയുന്നത്, ചിലതിന് ഗ്ലൂക്കോസ് എന്നും പറയുന്നത്. അതന്നെ ഏറ്റവും വലിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമോ? അരി ഭക്ഷണത്തിൽ നമ്മൾ ഇത്രയും സൂക്ഷ്മമായിട്ട് ഇത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അരിഭക്ഷണം കഴിക്കാൻ പ്രകൃതി ഉണ്ടാക്കിയ ഒരുപാട് വിഭാഗം ജനതയുണ്ട് ഈ ലോകത്തെല്ലായിടത്തും. അതിലൊന്നാണ് നമ്മൾ, ഈ നാട്ടിലെ ആൾക്കാർ, ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഈ നാട്ടിലെ തന്നെ ആഹാരം കഴിച്ച് അതിലൊരു പ്രധാന വിഭവം തന്നെയാണ് അരിഭക്ഷണം. അരിഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ഇനി അരിഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പലർക്കും സംശയം. ഇപ്പോൾ ചിലർ പറയും കഞ്ഞിയായിട്ട് കഴിക്കണം, ചോറായിട്ട് കഴിക്കരുത്, അല്ലെങ്കിൽ ചോറായിട്ട് കഴിക്കണം, കഞ്ഞിയായിട്ട് കഴിക്കരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉഴുന്നിൻ്റെ കൂടെ കഴിക്കണം, അതിൻ്റെ കൂടെ കഴിക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു അടിത്തറ? വളരെ സിമ്പിളാണ്. അരിഭക്ഷണം മാത്രമായിട്ട് കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. അരിഭക്ഷണം, അരി ആഹാരം നിങ്ങൾ കഴിക്കുന്നതും മറ്റുള്ള പദാർത്ഥങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യാൻ, സംയോജിപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതിൽ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇഡ്ഡലിയും ദോശയും. അവിടെ ഉഴുന്നും ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തിയോ സാമ്പാറോ കൂടെ കഴിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ അരി അതിലുണ്ടാക്കില്ല. എന്നാൽ ഒരു കുന്നു ചോറ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഈ
പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ ചോറിനെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ മീൻ കറി കഴിക്കുന്നവരാണെങ്കിൽ അരി ഭക്ഷണം കുറയ്ക്കുക, മീൻ കറിയുടെ അളവ് കൂട്ടുക. പച്ചക്കറികൾ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും കഴിക്കുക, എസ്പെഷ്യലി ഫൈബർ റിച്ച്, ബിക്കോസ് മീൻ കറിയിൽ ഫൈബർ ഇല്ല. അപ്പോൾ ഫൈബർ റിച്ച് ഫുഡ് നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പച്ചക്കറികൾ നിർബന്ധമായിട്ടും, ഇലക്കറികളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെ സംയോജിപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അരി ഭക്ഷണം എങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? യുവർ കമൻസ്, യുവർ ഒപ്പീനിയൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇൻ കേസ് യു ഹാവ് നോട്ട് ലൈക്ക് ദിസ്, പ്ലീസ് ഡു സോ. ആൻഡ് താങ്ക്സ് അ ലോട്ട് ഫോർ വാച്ചിങ്, ആൻഡ് താങ്ക്സ് to this place, wonderful place, Prince Cakes, Panapalli Nagar, Ernakulam, for making this happen. Once again, thank you. Bye-bye. Let me enjoy my coffee.